ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിൽ എന്താണോ ഇപ്പോൾ ഇല്ലാത്തത്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറ്റിയ ആ ഒരു കാര്യം, അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, പക്ഷെ അത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല. എന്നാൽ അതിനേക്കാളും ബെറ്ററായിട്ടുള്ളത് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തരുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷനിൽ ഇരുന്നാൽ നിങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാനോ, എന്താണ് ദൈവം തന്നിട്ടുള്ളത്, ആ ഒരു ഗിഫ്റ്റ് എന്താണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ കാണാത്ത കുറേ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാധ്യതകളെ നിങ്ങൾ ഇവിടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു നിരാശയിൽ നിന്നും ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫിഗറിലേക്ക് നിങ്ങൾ വരണം എന്നാണ് നിങ്ങൾക്കൊരു മെസ്സേജ് നൽകുന്നത്. അപ്പോൾ മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് ചേഞ്ച് വരണം എന്നാണ് കാണുന്നത്. നിങ്ങളിൽ തന്നെയുള്ള ആ ഒരു ഹിഡൻ ആയിട്ടുള്ള സന്തോഷം, അത് നിങ്ങളിവിടെ കണ്ടെത്തണം എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് അവർ നിങ്ങൾക്കൊരു മൂല്യവും തരാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നമ്മൾ നമ്മളെക്കാളേറെ സമയം കൊടുക്കുകയും നമ്മുടെ എനർജി മൊത്തം കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ അങ്ങനെ കൊടുക്കും തോറും നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന ആ ഒരു കാര്യം, അത് ചിലപ്പോൾ ആ ഒരു വ്യക്തിയോ സാഹചര്യമോ അത് നിങ്ങൾക്ക് തിരിച്ചൊന്നും തന്നെ തരുന്നില്ല. പക്ഷെ നിങ്ങൾ ആദ്യം നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മാവ് സന്തോഷിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടിയത് തീർച്ചയായിട്ടും ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ ഒരു സമയം നിങ്ങൾ ശ്രമിക്കണം എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ പുതിയൊരു ഫിനാൻഷ്യലായിട്ടുള്ളൊരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു പുതിയ സ്റ്റാർട്ടാണ് ഇതിൽ കാണുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ ചില ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതും ആകാം. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് പൈസയുമായി ബന്ധപ്പെട്ട് അത് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാവാം. ചിലപ്പോൾ നിങ്ങളൊരു ഓൺലൈൻ പോലത്തെ ഒരു കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ വരുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് ആണ്. അതായത് ഈ സമയം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്.
ഇതിൽ ചിലപ്പോൾ നിങ്ങളൊരു വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നതോ അങ്ങനെയൊക്കെയായ ഒരു എനർജി ഉണ്ട്. ചിലപ്പോൾ ഈ സമയം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയൊക്കെ പോകേണ്ടി വന്നേക്കാം. അതായത് പെട്ടെന്ന് തീരുമാനിച്ചു പോകുന്നതാവാം ഇത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വരുമാനം വേണം എന്നുള്ള ഒരു ആഗ്രഹത്താൽ നിങ്ങൾ ഇവിടെ പല കാര്യങ്ങളും തുടങ്ങി വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ട ഒരു പൈസയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത പൈസ അതിന് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിട്ടുകളഞ്ഞ ആ ഒരു പൈസ അത് നിങ്ങളിലേക്ക് വരുന്നതുമാകാം. അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻകം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ്. അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആലോചിച്ച്, അതായത് ഈ ഒരു പൈസ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം സമൃദ്ധിയുടെ ഒരു സമയമാണെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. അതായത് നിങ്ങളുടെ ജയം അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആഘോഷിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇത് വേറെ ആരും നിങ്ങൾക്ക് കൊണ്ടുതരുന്നതല്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അത് നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ സ്ട്രഗിളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആശ്വാസം ലഭിക്കുന്നതിനുള്ള ആ ഒരു പണം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും വളരെ സ്നേഹവും സഹിഷ്ണുതയും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആരോടും ഒരു വൈരാഗ്യമൊന്നും ഈ ഒരു സമയം തോന്നില്ല. നിങ്ങളെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികളോട് പോലും ഒരു വൈരാഗ്യമോ ദേഷ്യമോ അങ്ങനെ ഒന്നും തന്നെ കാണാതെ നിങ്ങൾ എല്ലാവരെയും നിങ്ങൾ ഒന്ന് സ്നേഹിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ അടുത്തിരിക്കാൻ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് പലരും ഈ സമയം നിങ്ങളോട് പറയുമായിരിക്കാം, അല്ലെങ്കിൽ അവരങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പലരും നിങ്ങളുടെ അടുത്ത് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. കാരണം അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഈ സമയം നിങ്ങൾ എന്നാണ്. അപ്പോൾ നിങ്ങൾ സ്നേഹത്തെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങളിൽ നിന്നും ഒരുപാട് സ്നേഹം പ്രസരിക്കുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ അത് നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം നിറയെ സ്നേഹമാണുള്ളത്. അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരുടെ സ്നേഹം നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് ചിലപ്പോൾ പല വ്യക്തികളും വരുമായിരിക്കാം. ശരിക്കും നിങ്ങൾക്ക് ഫാമിലിയോടും ഫ്രണ്ട്സിനോടും ഒക്കെ വളരെ സ്നേഹവും സൗഹൃദവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണ്. ശരിക്കും സമാധാനം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ പാസ്റ്റിലുള്ള നിങ്ങളുടെ ട്രോമകളെല്ലാം ഇവിടെ ഹീല് ചെയ്യണമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഈ സമയം വരാം. അതായത് നിങ്ങൾ അനുഭവിച്ച വേദനകൾ വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നതാവാം. ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹീല് ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് എനർജിയാണ്. നിങ്ങളിൽ തന്നെയുള്ള ആ ഒരു ഹീലിംഗ് പ്രോപ്പർട്ടി നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ്. അത് നമുക്ക് മെഡിറ്റേഷനിലൂടെ നമുക്ക് ഹീല് ചെയ്യാം, അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുന്നതിലൂടെ ഹീല് ചെയ്യാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ ഒരുപാട് വേദനകളൊക്കെ ഉള്ളിലുണ്ടാവാം. അപ്പം നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് ചിന്തകളെയൊക്കെ ഒന്ന് വിട്ടുകളയേണ്ടതായിട്ടുണ്ട് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ ഹീല് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ടെമ്പറൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നു എന്നാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല് അത് ഹൈ ആയിരിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ വരെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഫുള്ളി ചേഞ്ച് ആയി എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ ഒരു സമയം. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു സപ്പോർട്ട് കിട്ടുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ലായിരുന്നു എങ്കിൽ ഈ ഒരു സമയം ആ സാഹചര്യത്തിൽ നിന്നും മാറി കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് നിന്നുമാകില്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ലഭിക്കുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്നും ഒരു ഗൈഡൻസോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് ഇത്. അതുപോലെ തന്നെ ഇവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു എനർജി ഉണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്ന സമയം കൂടിയാണ് എന്നാണ്. മാത്രമല്ല ഇതിൽ ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളെ നിയന്ത്രിച്ചിരുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ചില ആളുകളുടെ നെഗറ്റീവായിട്ടുള്ള ഒരു കൺട്രോൾ അവരുടെ മനസ്സുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ അവർ കൺട്രോൾ ചെയ്തിരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാം. അവർ നിങ്ങളെ അങ്ങനെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ടാവാം അവരുടെ മനസ്സുകൊണ്ട്. അതായത് പുറമേ അവരങ്ങനെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പോലും അങ്ങനെ മനസ്സുകൊണ്ട് നിങ്ങളെ നിയന്ത്രിച്ച് വെച്ചിരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ നിയന്ത്രിച്ചിരുന്ന പല കാര്യങ്ങളും ഇവിടെ നിങ്ങളെ വിട്ടിട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു എനർജി ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടെന്ന് കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇത്. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ട് ഇവിടെ ഇരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും അതിനൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ ചിന്തിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച് അതിൽ നിന്ന് പുറത്തു കടക്കാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ശരിക്കും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളിലും നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സമയമാണിത്. അതായത് വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ്. എന്തായാലും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഒബ്സ്റ്റക്കിൾസിനെ ഒക്കെ ഒന്ന് മാറ്റിക്കളയാനുള്ള ആ ഒരു ധൈര്യം അത് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ആയുധം നിങ്ങളുടെ കയ്യിൽ കിട്ടിയൊരു എനർജിയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ മാറ്റാനുള്ളൊരു ആയുധമായിരിക്കാം. അത് നിങ്ങളുടെ കൺഫ്യൂഷനുള്ള ഒരു ഉത്തരമായിരിക്കാം എന്നാണ്. അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയെന്നുള്ളതാണ്. അതൊരു യൂണിവേഴ്സൽ ഗിഫ്റ്റാണ്. അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വാളാണ് എന്ന് കൂടി മനസ്സിലാക്കുക. നമുക്കത് ഏത് തരത്തിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അത് നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നാണ്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ തടസ്സങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും
വളരെ ഫ്ലോയിൽ പോകുന്നതല്ല. എല്ലാ കാര്യങ്ങൾക്കും എന്തെങ്കിലും ചെറിയ തടസ്സങ്ങളൊക്കെ വരാം. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെ അത് നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു മനോബലം അത് ഈ സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങളിങ്ങനെ വളരെ നെഗറ്റീവായിട്ട് വിഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാതിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കൊരു പ്രത്യേക ഊർജം വരും. എന്ത് തടസ്സമുണ്ടെങ്കിലും എനിക്കത് ചെറുത്ത് നിൽക്കാൻ പറ്റും, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ദൈവമോ അല്ലെങ്കിൽ അസെൻഡിങ് മാസ്റ്റേഴ്സോ ഏഞ്ചൽസ് ഇവരൊക്കെ എനിക്ക് പ്രൊട്ടക്ഷൻ നൽകുമെന്ന് അങ്ങനെ നിങ്ങൾക്ക് തോന്നി, നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ എന്ത് ചെയ്താലും നിങ്ങൾക്കത് ഡിഫെൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സമയം എന്ത് കാര്യത്തിനും ആക്ഷൻ എടുക്കുന്ന ആളുകൾ, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ട് മാത്രം ഇവിടെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് നൽകുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും നഷ്ടപ്പെടുത്താതെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവം നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റിസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നിങ്ങൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ ആരുടെയും ഭാഗത്ത് നിൽക്കാതെ, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് പോലും നിൽക്കാതെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് നിങ്ങളുടെ മിസ്റ്റേക്കും ഒക്കെ തിരിച്ചറിഞ്ഞ് അത് തിരുത്താനുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കർമ്മഫലം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ്. അതുപോലെ നിങ്ങൾ കോടതിയുമായി എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഡീല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ജസ്റ്റിസ് കിട്ടുമെന്നാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് വറീഡ് ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നല്ല കർമ്മമാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ കർമ്മഫലം കിട്ടുമെന്ന് തന്നെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഡിസേർവ് ചെയ്യുന്ന കാര്യം അത് നിങ്ങളിലേക്ക് എത്തുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ കുറേ ആൾക്കാരും നീതിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവട്ടെ അല്ലെങ്കിൽ വേറെ ഏത് കാര്യത്തിലായാലും നിങ്ങളൊരു നീതി വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടുന്നുവെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കാണെന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ഇത്രത്തോളം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുകയും ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയം നിങ്ങളിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കില്ല നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. മാത്രമല്ല നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മറ്റുള്ളവരെ അത്രയധികം അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സവിശേഷത നിങ്ങളിൽ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ അത് വളരെയധികം കൂടുതലായിരിക്കും എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയ പോലത്തെ ആ ഒരു സന്തോഷം അത് ഈ സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഇവിടെ കുറേ ആൾക്കാർക്കും ഹീലിംഗ് ഒക്കെ പൂർണ്ണമായും നടന്നു കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പുതിയ പ്രതീക്ഷകളൊക്കെ വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ പുതിയ ആൾക്കാരുടെ ഒരു എൻട്രി ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പഴയ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടുകളഞ്ഞ് പുതിയൊരു ലൈഫിലേക്ക് കടക്കുന്ന ഒരു സമയം കൂടിയായിരിക്കാം. ഒരുപാട് ദൈവാനുഗ്രഹമുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും എന്നാണ്. മറ്റുള്ളവരെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഈ സമയം കിട്ടുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ നിങ്ങളുടെ പാസ്റ്റിലുള്ള ഒരു ആൾ അത് തിരിച്ചു വരണമെന്ന് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം.
ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ വീണ്ടും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ഈ സമയം ചിലപ്പോൾ പല ആൾക്കാർക്കും നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്തിരുന്ന ആളുകൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർ അവർ വീണ്ടും നിങ്ങളിലേക്ക് റീകണക്റ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് അവർ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ്. ഈ സമയം കുറേ മെമ്മറീസ് നിങ്ങളിലേക്ക് വന്നേക്കാം. കുറേ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ചിലപ്പോൾ നടന്നിട്ടില്ലായിരിക്കാം. പക്ഷേ അതിൻ്റെ മെമ്മറീസ് അത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ്. പക്ഷേ അത് പോസിറ്റീവാണ്. നമ്മളൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. നമ്മൾ സ്വപ്നം കാണുക, നല്ല സ്വപ്നം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണ് എന്നാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ പണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും വീണ്ടും നിങ്ങളിലേക്ക് ഓർമ്മകളായും അല്ലാതെയും ഒക്കെ വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ അടുത്ത ആരെങ്കിലും അവരെ കണ്ടുമുട്ടുന്നതാവാം. അത് ഫാമിലിയിലുള്ള ആരെങ്കിലും ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത ആരെങ്കിലും ആവാം. അപ്പോൾ അങ്ങനെ ചില ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ എന്തൊക്കെ തരത്തിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും നിങ്ങൾക്കത് ഏക്കില്ല. ഈ ഒരു സമയം നിങ്ങൾ സ്വയം തിരിച്ചറിയുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും അങ്ങനെയൊക്കെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ മറ്റാർക്കും നിങ്ങളെ ഒരുപാട് ഉപദ്രവിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത ഈ സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. കാരണം ക്യൂൻ ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആളാണ്. നിങ്ങളുടെ ചിന്തകൾക്ക് ഇവിടെ വളരെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത്രയും ഷാർപ്പേണാണ് നിങ്ങളുടെ ചിന്തകൾ. അങ്ങനെയുള്ള നിങ്ങൾ നെഗറ്റീവായിട്ടിരുന്ന് ചിന്തിച്ചാൽ നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പോൾ എത്ര മോശമാണെങ്കിൽ പോലും അതൊന്നും കണക്കാക്കേണ്ട. നിങ്ങളുടെ തോട്ട്സ് ഒന്ന് പോസിറ്റീവാക്കി വെക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. അത് നിങ്ങളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ദൃഢമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 6 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു ട്രാവൽ കാണുന്നുണ്ട്. ഇതിൽ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ്. ചിലപ്പോൾ കുറേ നാളായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയാവാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾ വീട് മാറി പോകുന്നതാവാം, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ സ്ഥലം മാറ്റം കിട്ടി അവിടെ നിന്നും നിങ്ങൾ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒന്ന് മാറി നിൽക്കണമെന്നൊക്കെ കരുതി നിങ്ങൾ എവിടേക്കെങ്കിലും ഒന്ന് മാറി നിൽക്കുന്നതാവാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് പോകുന്ന ഒരു എനർജിയാണ്. ഇത് വളരെ പ്രതീക്ഷയുള്ള ഒരു യാത്രയാണെന്നുള്ളതാണ്. അങ്ങനെ കുറച്ചു കാലം ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ കുറേ ആൾക്കാർ തീർത്ഥാടന യാത്രയൊക്കെ പോകുന്ന ഒരു എനർജി ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതുമാവാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു സമാധാനവും സന്തോഷവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നിടത്ത് നിങ്ങൾ നടന്നെടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് വാൻഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം കുറച്ചധികം ആൾക്കാർക്ക് ചെയ്തു തീർക്കേണ്ട കുറേ ജോലികളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ സാധിക്കും എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ സ്ട്രെസ്സിലിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മാക്സിമം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒന്നും നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത് എന്നാണ്.
അപ്പോൾ ഈ ഒരു സമയം നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കണമെന്നും ഒന്ന് ഉറങ്ങണമെന്നും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ഒക്കെ തോന്നുന്ന ആൾക്കാരുടെ ഒരു എനർജി ഇതിനകത്തുണ്ട്. ഒരിടത്തുനിന്ന് ഇരുന്നാൽ മതി എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുടെ ഒരു എനർജിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ഓവർ സ്ട്രെസ് എടുത്ത് നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുക. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുക. നിങ്ങളുടെ ശരീരം റെസ്റ്റ് ആവശ്യപ്പെടുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒന്നും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുത് എന്നാണ്. പിന്നെ ഇവിടെ 7 ഓഫ് കപ്പിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ കുറേയധികം ചോയ്സസ് ഉള്ള ഒരു സമയമാണ്. കുറേ കൺഫ്യൂസ്ഡ് ആയിരുന്ന അവസ്ഥയിൽ നിന്നും നല്ലൊരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ കുറേ ചോയ്സസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നിൽ. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കുറേ കൺഫ്യൂസ്ഡ് ആയ ഒരു അവസ്ഥയുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ജോലിയുടെ കുറേ ഓഫേഴ്സ് വന്നേക്കാം. റിലേഷൻഷിപ്പിലൊക്കെ കുറേ കൺഫ്യൂഷനായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ കുറേ കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങൾക്കെന്നുള്ളതാണ്. ഒന്നിലധികം കാര്യങ്ങളിൽ, അതിപ്പോൾ സ്ഥലം വാങ്ങുന്ന കാര്യമാവാം, അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്ന കാര്യത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വണ്ടി വാങ്ങുന്ന കാര്യത്തിലാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോൺ വാങ്ങുന്ന കാര്യത്തിലാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേയധികം ആളുകൾക്കും നിങ്ങൾക്കിവിടെ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തുടങ്ങേണ്ടത്, ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, അങ്ങനെ കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങളിൽ ചില ആൾക്കാർ പറ്റുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ വളരെ സന്തോഷത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സെപ്പറേറ്റഡ് ആയിരുന്ന ആളുകൾക്ക് വീണ്ടും ഒരു യൂണിയനൊക്കെ ഉണ്ടായേക്കാം. ഇതിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ ഒരു കാര്യം അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ചില ആൾക്കാരുമായിട്ട് ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദമോ പ്രണയമോ ഒക്കെ ഈ സമയം തോന്നാം. ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ് അത് നിങ്ങളിലേക്ക് വരുന്നതുമാകാം. അപ്പോൾ ആ ഒരു പ്രണയം ഒന്നുകൂടി ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയോ ഒക്കെ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാവാം എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഹൃദയത്തിൽ നിന്നുമാണ് ചോയ്സ് എടുക്കേണ്ടത് എന്നാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ആ വ്യക്തിയോട് ഒരുപാട് പ്രണയമൊക്കെ തോന്നുമെന്നുള്ളതാണ്. ചിലപ്പോൾ അവരെ കാണാൻ തോന്നുമായിരിക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും ഈ സമയം ദൈവാനുഗ്രഹമുള്ളൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ 2 ഓഫ് കപ്സും അതുപോലെ 6 ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ വ്യക്തിയുമായിട്ട് ഒരു റീകൺസിലിയേഷൻ ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.